നിത്യസ്തുതിക്കേറ്റം യോഗ്യനേ, നിത്യനാം ദിവ്യകാരുണ്യമേ, എന്നുള്ളിലെരിയും സ്നേഹമേ, ആരാധന സ്തുതി സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ശരിക്കും ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, മനുഷ്യനുമായിട്ടുള്ള ബന്ധം, സഭയും ദൈവവും തമ്മിലുള്ള ബന്ധം, സഭയ്ക്കുള്ളിൽ ദൈവം വെച്ചിരിക്കുന്ന ആ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതായ റിലേഷൻസ്, സഭയ്ക്കുള്ളിലെ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം. അതിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്: സഹോദരന്മാർ തമ്മിൽ അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മൾ ഒരു കാരണവശാലും ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിക്കും. ഭോഷ്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് വ്യാജം എന്നുള്ള, വ്യാജം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ സംസാരത്തിലോ നമ്മുടെ ഇടപെടലുകളിലോ നമ്മുടെ നോട്ടത്തിലോ നമ്മളുടെ ഏത് രീതിയിലും എന്തുണ്ടാകാൻ പാടില്ല? വ്യാജമായ ഒരു കാര്യം. ദൈവം ഏറ്റവും കൂടുതൽ എതിർക്കുന്നതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യം പ്രിട്ടൻഷനാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രിട്ടൻഷൻ ഉണ്ടാകാൻ, അഭിനയം ഉണ്ടാകാനായിട്ട് പാടില്ല. ദൈവം ജെനുവിനായിട്ടുള്ളവരെ തീർച്ചയായിട്ടും സഹായിക്കും. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ, ചിലപ്പോൾ ജെനുവിനായിട്ടുള്ളവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരിക്കും. ജെനുവിനായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഈ വേണ്ടത്ര രീതിയിൽ ഈ പറയുന്നത് പോലെ ജീവിക്കാൻ ചിലപ്പോൾ പറ്റിയില്ലെന്നിരിക്കും. പക്ഷേ ജെനുവിനാണെങ്കിൽ ദൈവം അതിനുള്ള ശക്തിയെ അവർക്ക് പകർന്നു കൊടുക്കും. ചിലപ്പോൾ നമ്മൾ തന്നെ പറയും, എൻ്റെ ബ്രദറെ എന്ത് പറയാൻ. ചില ആളുകൾ പറയാറുണ്ട്, എന്താണ് എനിക്ക് എൻ്റെ കോപത്തെ നിയന്ത്രിക്കാൻ പറ്റും. ഒക്കെ ശരിയായിരിക്കും. പക്ഷേ കോപമില്ലെന്ന് നിങ്ങൾ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. അഭിനയിക്കുന്നത് നിർത്ത്. എന്നിട്ട് പറ, ഇതെൻ്റെ പ്രോബ്ലമാണ് എന്ന് പറയുക. ആ പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ബലഹീനതയാണെന്നൊന്നും പറയണ്ട, അതെൻ്റെ ജീവിതത്തിലുള്ളൊരു പാവമാണെന്ന് തന്നെ അങ്ങ് പറയാം. എക്സാഗ്രേറ്റ് ചെയ്യുന്ന ഒരു ബലഹീനത എനിക്കുണ്ട് എന്ന് പറയുന്നതിന് പകരം കള്ളം പറയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ പാപത്തെ പാപമെന്ന് തന്നെ വിളിക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് ഈ പ്രോബ്ലം ഉണ്ടെന്ന് നമ്മൾ ജെനുവിനായിട്ട് ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുകയാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമുക്കതിനുള്ള ഒരു വിടുതൽ നൽകിത്തരും എന്നതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങളാണ് നമ്മളുടെ രൂപാന്തരത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഭോഷ്ക് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടാകത്തില്ല. അവിടെ ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു മറച്ചുവെപ്പ് ആവശ്യമില്ല. നമ്മുടെ അന്യോന്യ ബന്ധങ്ങളിൽ ഒരു മറച്ചു വെക്കേണ്ട കാര്യമില്ല. ബി ജെനുവിൻ. ബിസിനസ്സിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും ജെനുവിൻ ആവുക. ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണെങ്കിലും ആ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറച്ചു വെച്ച് സംസാരിക്കുന്നതിന് പകരം ഈ പ്രോബ്ലം, ഇതിന് ഇങ്ങനൊരു പ്രോബ്ലം കൂടെ ഉണ്ടെന്നൊക്കെ പറ. അപ്പോൾ നമ്മൾ പറയും അത് ബിസിനസ് ചിലപ്പോൾ നടക്കത്തില്ലായിരിക്കും എന്നൊക്കെ പറയും. അങ്ങനൊന്നുമില്ല. 2 പ്രാവശ്യം നടക്കത്തില്ലായിരിക്കും, പക്ഷേ 3ാമത്തെ പ്രാവശ്യം 3 കൂടെ ഒരുമിച്ച് പോയെന്നിരിക്കും. അതൊക്കെ ദൈവം നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങളാണ്. ജെനുവിനായിട്ടുള്ള ആളുകളുടെ ഇടയിൽ കർത്താവ് തീർച്ചയായിട്ടും ഇടപെടും. അങ്ങനെ മറച്ചു വയ്ക്കാത്ത ഒരു ജീവിതം എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയാം. നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ രീതിയിൽ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ധനികരൊന്നും ആകാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഒരു ധനികരാകാൻ പറ്റത്തില്ല, പക്ഷേ ധന്യമായ അല്ലെങ്കിൽ ഗ്ലോറിയസ് ആയിട്ടുള്ള മഹത്വപൂർണ്ണമായ ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ ഇൻറ്റഗ്രിറ്റി നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ എഫെസ്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തരും താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. യെസ്, നമ്മൾ അവയവങ്ങളാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഒരു അവയവം മറ്റൊരു അവയവത്തോട് ഒരിക്കലും കള്ളം പറയില്ല. പിന്നെ 2ാമത്തെ കാര്യം നമ്മൾ പഠിച്ചതാണ്, എല്ലാ അവയവങ്ങളെയും നിയന്ത്രിക്കുന്നത് തലയാണ് എന്നതുപോലെ നമ്മളെ നിയന്ത്രിക്കുന്നതും യേശു ആയിരിക്കണം, നമ്മുടെ സഹോദരങ്ങളെയും നിയന്ത്രിക്കുന്നത് യേശു ആയിരിക്കും. അപ്പോൾ അവിടെ ഹാർമണി ഉണ്ടാകും. അപ്പോൾ മാത്രമേ ഹാർമണി ഉണ്ടാകത്തുള്ളൂ. ഏതെങ്കിലും ഒരു അവയവം തലയെ അനുസരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഹാർമണി ഉണ്ടാകത്തില്ല. നമ്മൾ കൈ കൊട്ടുമ്പോഴത്തേക്ക് 2 കൈയെയും തല നിയന്ത്രിച്ചാലേ 2 കൈയും തമ്മിൽ യോജിക്കത്തുള്ളൂ. 2 കൈയിൽ ഏതെങ്കിലും ഒരു കൈയെ, ഇപ്പം നമ്മൾ തന്നെ ചിലപ്പം ഈ പിള്ളേർ ചിലപ്പോൾ കളിക്കാറുണ്ട്, ഒരു പേപ്പർ താഴോട്ടിടുമ്പോഴത്തേക്ക് ഇതിനെ കയറി പിടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം. നമുക്ക് പിടിക്കാം, പക്ഷേ വേറൊരാൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റില്ല. ഇപ്പം ഞാനിപ്പോൾ ഈ സാധനം ഇങ്ങനെ ഇടുകയാണ്, ഇങ്ങനെ ഇടുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണെന്ന് വെച്ചോ, ഇത് താഴോട്ട് എനിക്ക് പിടിക്കാമെന്ന് വെച്ചാൽ പിടിക്കാം. എന്താണെന്നറിയാമോ? എൻ്റെ ഈ കൈയും ഒരേ തല തന്നെ ചെയ്യുന്നതുകൊണ്ടാണ്. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ പിടിക്കത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈയും 2 തലയിലാണ് വർക്ക് ചെയ്യുന്നത്, പിടിക്കത്തില്ല. എന്നാൽ നമ്മളാണെങ്കിൽ ഈ കൈ വിടുന്നതും ഈ കൈ പിടിക്കുന്നതും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. പക്ഷേ നിങ്ങളുടെ കൈകളിലാണ് ഇത് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല. കാര്യം ഇതെപ്പോൾ ഞാൻ വിടുമെന്നുള്ളതും ഈ കൈ എപ്പോൾ വർക്ക് ചെയ്യണമെന്നുള്ളതും 2 തലയാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സഭയിൽ ഹാർമണി ഉണ്ടാകണമെങ്കിൽ എല്ലാവരെയും നിയന്ത്രിക്കുന്നത് തലയായ യേശുക്രിസ്തു ആയിരിക്കണം. നിങ്ങൾ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. അതാണ് വാസ്തവത്തിൽ സഭയിൽ നമ്മൾ ചെയ്യേണ്ട ഓർത്തിരിക്കേണ്ടതായ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം. അപ്പോൾ തല എല്ലാത്തിനെയും
കോർഡിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് വിശ്വാസം. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം. അപ്പം നമ്മളുടെ തീരുമാനങ്ങളും നമ്മുടെ കാര്യങ്ങളല്ല, വി ആർ ടോട്ടലി, നമ്മുടെ സോഴ്സ് മുഴുവൻ ദൈവത്തിൽ നിന്നായിരിക്കണം. ഞാൻ എല്ലാ പ്രസംഗത്തിനും പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാക്യമാണ്, എൻ്റെ എല്ലാ ഉറവുകളും നിങ്ങളിൽ നിന്നല്ലയോ. എൻ്റെ എല്ലാ സോഴ്സും ആരിൽ നിന്നായിരിക്കണം? യേശുവിൽ നിന്നായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത വാക്യം വായിക്കുമ്പോൾ രസമാണ്. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ, സൂര്യൻ അസ്തമിക്കുമ്പോൾ നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. അവൻ ഇത് വായിച്ചിട്ട് അപ്പോൾ ബ്രദറെ കോപിക്കാനല്ലേ, കുഴപ്പമില്ലല്ലേ? അപ്പം നമുക്ക് കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണല്ലോ ആദ്യം കാണുന്നത്. അതാണ് നമ്മുടെ ഒരു വലിയൊരു പ്രശ്നം. അപ്പോൾ വേദസ്ഥനെ പറഞ്ഞല്ലോ, എന്താ കോപിച്ചാൽ പാപം ഇല്ലെന്നുള്ളതേ ഉള്ളൂ. അപ്പം കോപം ഒരു പാപമൊന്നുമല്ല, കോപം കുഴപ്പമില്ലല്ലേ എന്നിപ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെയല്ല ശരിക്കും ആ വാക്യം വേറൊരു രീതിയിലും വായിക്കാം. കോപിച്ച് പാപം ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചോളാൻ. കാര്യം കോപം ഉണ്ടായാൽ എന്തുണ്ടാകും? പാപം ഉണ്ടാകും. അതിന് സംശയമൊന്നുമില്ല. ഇനി കോപത്തിൻ്റെ ഒരു അനന്തരഫലമാണ് പാപം എന്ന് പറയുന്നത്. എന്നാൽ കോപമല്ലാതെയും ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഇപ്പം മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഒരു ഭാഗത്ത് അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, ആ ഭാഗം അറിയാൻ വേണ്ടി ഞാനങ്ങ് വായിക്കുകയാണ്. അവൻ പിന്നെയും പള്ളിയിൽ ചെന്ന ഉടനെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബ്ബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ പറഞ്ഞത്, നടുവിൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞു. പിന്നെ അവരോട്, ശബ്ബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏതു വിഹിതമെന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി അവൻ്റെ കൈ സൗഖ്യമാക്കി. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശു എന്ത് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? യേശു എന്ത് ചെയ്തിരിക്കുന്നു? കോപത്തോടെ ചുറ്റും നോക്കി. പക്ഷെ അതിന് മുമ്പ് എഴുതിയിരിക്കുന്ന വാക്കുണ്ട്, ദുഃഖിച്ച്. അപ്പോൾ അവൻ്റെ കോപത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രോധമല്ല, പ്രത്യേകത എന്താണ്? ദുഃഖമാണ്. മനസ്സിലായല്ലോ? എന്തിനാണ് അവൻ ദുഃഖിച്ചത്? അവനൊരു പക്ഷേ എൻ്റെ പിതാവേ, അവൻ കർത്താവിനോട് പറയുന്നതായിരിക്കും, എൻ്റെ പിതാവേ, ഇവരിങ്ങനെ ആയിപ്പോയല്ലോ. ഒരു വരണ്ട കൈയുള്ള മനുഷ്യനെ കൊണ്ട് നിർത്തി കഴിഞ്ഞിട്ട് അവന് സൗഖ്യമാകണമെന്നുള്ളതല്ലല്ലോ ഇവരുടെയൊക്കെ മനസ്സിലെ ചിന്ത. ഇത്ര കഠിനന്മാരാണല്ലോ. എന്നാൽ അവരൊന്ന് ചിന്തിക്കണ്ടായോ? ശബത്തോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ മനുഷ്യൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടതല്ലേ, അവനൊന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് ചിന്തിക്കേണ്ടതല്ലേ? അവന് ദുഃഖമുണ്ടായി. എന്നിട്ട് അവരുടെ ഹൃദയകാഠിന്യം നിമിത്തം അവരോട് കോപിച്ച് തല്ലുകയും പിടിക്കുകയൊന്നുമല്ല ചെയ്തത്. എന്താ ചെയ്യുന്നത്? ആ വരണ്ട മനുഷ്യനെ സൗഖ്യമാക്കി. അത് മനസ്സലിവാണ്, ഇല്ലേ? അവിടെ കോപം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പല്ല് കടിച്ചുകൊണ്ടുള്ള കോപമല്ല. നമ്മുടെ കോപം എന്നൊക്കെ പറയുന്നത് പല്ലും കടിച്ചുകൊണ്ടാണ് നമ്മൾ കോപിക്കുന്നത് തന്നെ. ഈ പല്ല് കടിക്കുന്നത് ഭയങ്കര സൂക്ഷിക്കണം. എന്നറിയാമോ? നിങ്ങൾ പല്ല് കടിക്കുമ്പോൾ നിങ്ങൾ നരകത്തെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. കാര്യം കരച്ചിലും പല്ലുകടിയുള്ളത് എവിടെയാണ്? നരകത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ പല്ല് കടിക്കുകയാണെങ്കിൽ നിങ്ങൾ നരകത്തിലാണ്. അതുപോലെ അങ്ങ് ചെന്നില്ലെങ്കിൽ ഇവിടെ നിങ്ങൾ നരകം കൊണ്ടുവരികയാണ്. ദയവ് ചെയ്ത് ഈ പല്ലുകടി നിർത്തണം, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴൊക്കെ അവിടെയാണ് നിങ്ങൾ ഈ കോപത്തെക്കുറിച്ച്. എന്നാൽ ഇവിടെ കോപിച്ചാൽ അവിടെ ഞാൻ പറഞ്ഞല്ലോ 2 രീതിയിൽ പറയാം. ബി ആംഗ്രി ആൻഡ് നോട്ട് സിൻ, ലെറ്റ് ദർ ബി, അല്ലെങ്കിൽ ബി ആംഗ്രി ആൻഡ് നോട്ട് സിൻ. ഇപ്പം കോപത്തിൻ്റെ അതിനോട് ചേർന്ന് പറയുന്ന വാക്ക് എന്താണ്? സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പം നമ്മൾ സങ്കീർത്തനം 4:4 വായിക്കുന്നൊരു നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് ബി ആംഗ്രി എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ താഴെ പറയുന്നത് നിങ്ങളുടെ കിടക്കമേൽ ദോഷം നിരൂപിച്ചുകൊണ്ടിരിക്കരുതെന്ന്. അതായത് ഈ പറയുന്ന വാക്കിന് സമാനമായ ഒരു കാര്യമാണത്. എന്താണ്? നിങ്ങൾക്ക് കോപം ഉണ്ടായാൽ കിടക്കേ ചെല്ലുന്നതിന് മുമ്പേ തന്നെ എന്തുണ്ടായിരിക്കണം? ഈ സാധനം തീർത്തിരിക്കണം. പിന്നെ ഇവിടെ കോപം എന്ന് പറയുമ്പോൾ അതിന് ഉപയോഗിച്ചിരിക്കുന്ന 2 വാക്കുകളുണ്ട്. ഒന്ന് ആങ്കർ. ആ ആങ്കർ എന്നുള്ള വാക്കിന് വേണമെങ്കിൽ നീരസം എന്ന് വേണമെങ്കിൽ പറയാം. നീരസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിഗ്നേഷൻ, അതിനോട് നമുക്കുള്ള യോജിപ്പില്ലായ്മ, നീരസം. രണ്ടാമത് ഉപയോഗിക്കുന്ന വാക്ക് റാത്താണ്, ക്രോധം. ക്രോധത്തെ ഒരിക്കലും വേദപുസ്തകം അംഗീകരിക്കുന്നില്ല. ക്രോധത്തെ ഒരു കാരണവശാലും വേദപുസ്തകം അംഗീകരിക്കുന്നില്ല. കാര്യം ക്രോധം എന്ന് പറയുന്നത് പനിഷ്മെൻറ്റിന് വേണ്ടിയുള്ള ദാഹത്തോടുകൂടി, അതായത് എന്താണ്, ഉപദ്രവിക്കുവാനും. അല്ലെങ്കിൽ ക്രോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി ക്രോധം പാപത്തിൻ്റെ ലിസ്റ്റിൽ തന്നെ അത് താഴെ വരുമ്പോൾ പറയുന്നതും ക്രോധമെന്നാണ്. ഇപ്പം ഗലാത്യലേഖനത്തിലാണെങ്കിലും ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പറയുമ്പോൾ ക്രോധം അതിനകത്തെ ഒരു ഭാഗമാണ് എന്ന് തന്നെയല്ല. അവിടെ എന്താണ്? അങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. അപ്പോൾ ആങ്കർ എന്ന് പറയുന്ന ആ മൈൽഡായിട്ടുള്ളൊരു പദമുണ്ട്. ക്രോധം എന്ന് പറയുന്നത് വേറൊരു പദമാണ്. ആ കോപം തന്നെ എന്ത് ചെയ്യണം? അതായത് ചെറിയ നീരസം പോലും, ആ നീരസത്തിൽ പോലും
പ്രോബ്ലം ഉണ്ടെന്നാണ് പറയുന്നത്. ബി ആംഗ്രി ആൻഡ് നോട്ട് സിൻ, ലെറ്റ് നോട്ട് ദ സൺ ഗോ ഡൗൺ ഓൺ യുവർ റാത്ത്. കോപിച്ചിട്ട് പാപം ചെയ്യാതിരിപ്പീൻ എന്ന് വേണമെങ്കിൽ വായിക്കാം. കാരണം കോപം പലപ്പോഴും എങ്ങോട്ട് കൊണ്ടുപോകുന്നു? പാപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. എന്നാൽ അതേസമയം നമ്മുടെ സഹോദരൻ പറഞ്ഞ ഒരു കാര്യം, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ, ഇപ്പോൾ യേശുവിൻ്റെ കാര്യത്തിൽ അതാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ ചുറ്റുമിരിക്കുന്നവരുടെ ഹൃദയകാഠിന്യം അവൻ എന്ത് ചെയ്തു? അവനെ ദുഃഖിപ്പിച്ച് അവൻ കോപത്തോടെ, അതായത് ഇവർ ഇത്രയും കാര്യങ്ങളായിട്ട് മനസ്സിലാകുന്നില്ലെന്നുള്ളൊരു ചിന്ത. ഒരുപക്ഷെ നമുക്കും അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ആത്മീകരായ ആളുകൾക്ക് പോലും ഉണ്ടാകാം. ഇവർ സഭയിൽ പല പല കാര്യങ്ങൾ പഠിപ്പിച്ച് എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞിട്ടും ഇവർ അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആൾക്ക് ഒരുപക്ഷെ ഒരു പാസ്റ്റർക്ക് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ദുഃഖത്തിൽ നിന്നൊരു കോപം ഉണ്ടാകാം. ദുഃഖത്തിൽ നിന്ന് എന്ന് വെച്ചുകൊണ്ട് ഇവരെല്ലാം ഞാനൊരു പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളെന്നുള്ള അർത്ഥത്തിലല്ല. എന്നാണ് എൻ്റെ ദൈവമേ, ഇവരെന്താ ഇത് മനസ്സിലാക്കാത്തത്? അത് എ കൈൻഡ് ഓഫ് ആങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ക്രോധത്തിൻ്റെ നിലയിലുള്ള ഒരു ആങ്കർ അല്ല. അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാനായിട്ട് കഴിയുന്ന കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ സഹോദരനോട് നമുക്കൊരു നീരസം തോന്നിയാൽ തന്നെ സൂക്ഷിച്ചോണം. കാര്യം എന്തുകൊണ്ടാണ്? കാരണം ഈ നീരസം എന്തായിട്ട് വളരാൻ സാധ്യതയുണ്ട്? പാപത്തിലേക്ക് വളരുവാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ അടുത്ത വാക്യം വായിക്കുമ്പോൾ അത് കുറച്ചുകൂടെ കൃത്യമാണ്. പിശാചിന് ഇടം കൊടുക്കരുത്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നാച്ചുറലി എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? പിശാച് അവിടെ കയറി ഇടപെടുവാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം നമ്മൾ കാണുന്ന കാര്യമാണല്ലോ, എപ്പോഴും കാണുന്ന കാര്യമാണ്. നമുക്കൊരു കോപം ഉണ്ടായിക്കഴിഞ്ഞാൽ നാച്ചുറലി പിശാച് നമ്മുടെ മുമ്പിൽ ഒരു ഇടർച്ച വയ്ക്കും. അതിൽ നമ്മൾ വീണു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ആത്മീകരായ ആളുകൾ പോലും കോപം അവരുടെ ജീവിതത്തെ തകർത്ത് കളയുന്നത് എത്രയോ സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയേ. എത്രയോ റിലേഷൻസ് നമ്മളെ കളഞ്ഞത് എന്തുകൊണ്ടാണ്? ബിക്കോസ് വി വെർ ആംഗ്രി ആൻഡ് വി വെർ കീപ്പിംഗ് ദാറ്റ് ആങ്കർ ഇൻ അവർ ലൈഫ്, ഇല്ലേ? അത് വളരെ പ്രോബ്ലമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. കാര്യം എപ്പോഴും ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന മോളിൽ പറഞ്ഞ ഏത് കാര്യം നമ്മൾ വ്യാജം പറയരുത്. വ്യാജം പറഞ്ഞാലും അതിനകത്ത് പിശാചിന് നമ്മൾ ഇടം കൊടുക്കുകയാണ്. കോപിക്കരുത്, കാരണം കോപവും പിശാചിന് ഇടം കൊടുക്കും. കാര്യം കോപം അതിൽ തന്നെ ഒതുങ്ങി നിൽക്കത്തില്ല. ഒരു സൂര്യൻ അസ്തമിച്ചുദിക്കുന്നത് വരെ കാര്യം നീണ്ടുപോകത്തില്ല. അതിനു മുമ്പ് തന്നെ പിശാച് ഇടപെട്ടിരിക്കും എന്നുള്ളൊരു സംശയമില്ല. കിടക്കയിൽ, അതുകൊണ്ടാണ് സങ്കീർത്തനം 4-ാം അധ്യായത്തിൽ നമ്മൾ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ കിടക്ക വരെ പോവുകയാണെങ്കിൽ, കിടക്കയിൽ സഹോദരനോടുള്ള നീരസത്തിൽ അസൂയയിൽ കിടന്നാൽ പിശാച് ഇടപെടാൻ തുടങ്ങും. പിന്നെ നമുക്കൊരു പക്ഷേ അതിനകത്തൊന്നും വിടുതൽ കിട്ടാൻ സാധ്യതയില്ല. ഇപ്പം കയ്യിൻ്റെ കാര്യത്തിലും ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, യഹോവ ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു, കയ്യിനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. അവിടെ അടുത്ത വാക്യം എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? അവന് കയ്യിന് ഏറ്റവും കോപം ജ്വലിച്ചു. കോപം ഉണ്ടായെന്നുള്ളതാ അവിടെ എഴുതിയിരിക്കുന്നത്. അവിടുത്തെ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അവൻ കോപത്താൽ തിളച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം വന്നിട്ട് കയ്യിനോട് ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. കയ്യിനെ, ഈ കോപം ഒരിക്കലും നിന്നെ ഇവിടെ കൊണ്ട് നിർത്തത്തില്ല. നീ എന്തിനാ കോപിക്കുന്നത്? നീ നന്മ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പ്രസാദം ഉണ്ടാകുമല്ലോ. നിനക്കൊരു മാനസാന്തരം ആവശ്യമാണ്. ശരിക്കും അവിടെ കയ്യിൻ്റെ അടുത്ത് കർത്താവ് എന്ന് പറയുന്നത് നീ മാനസാന്തരപ്പെടാനാ. അതായത് നീ ഇപ്പോൾ തെറ്റിലാണ്, ഇപ്പോൾ നിന്നിൽ എനിക്ക് പ്രസാദമില്ല, ശരിയാണ്, പക്ഷേ നിന്നിൽ പ്രസാദിക്കാൻ ഞാൻ തയ്യാറാണ്. നീ നന്മയുള്ളവനായി തീരുന്നുവെങ്കിൽ, നന്മ ചെയ്യുന്നുവെങ്കിൽ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് നീ നന്മയുള്ളവനായി തീരുന്നുവെങ്കിൽ എനിക്ക് നിന്നിൽ പ്രസാദം ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് നീ ഒരു മാനസാന്തരത്തിലേക്ക് വാ. നമ്മുടെ ജീവിതത്തിൽ എത്രയോ സന്ദർഭങ്ങളിൽ നമ്മൾ കോപിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടുവാൻ വന്നിട്ടുണ്ട്. ഇതൊന്ന് നിർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സ്റ്റേജ്, കണ്ടിന്യൂ ചെയ്യുന്നത് അത് ഒരു നിമിഷത്തേക്ക് പോലും കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. ഒരു നിമിഷത്തേക്ക് പോലും കണ്ടിന്യൂ ചെയ്താൽ അടുത്ത് സംഭവിക്കുന്നത് എന്താണ്? ദൈവം അവനോട് പറയുകയാണ്, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ നീ മാനസാന്തരപ്പെടുന്നില്ലെങ്കിലോ പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ കീഴടക്കണം. കീഴടക്കിയില്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും. കയ്യിൻ ദൈവത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അവൻ പറഞ്ഞു, അത് ഞാൻ നോക്കിക്കോളാം. അവൻ റിബല്യസ് ആയി, അവൻ മാനസാന്തരപ്പെട്ടില്ല. എന്ത് സംഭവിച്ചു? അവൻ കാലെടുത്ത് പാപത്തിലേക്ക് കാലുവെച്ചു. അവൻ പാപത്തിൻ്റെ അടിമയായി തീർന്നു. അവൻ കോപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ അവൻ്റെ സഹോദരനെ കൊന്നുകളഞ്ഞു. കോപം എന്ന് പറയുന്നത് പാപത്തിലേക്കുള്ള വാതിലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. കോപം എന്ന് പറയുന്നത് പാപത്തിലേക്കുള്ള വാതിലാണ്. ശ്രദ്ധിക്കണം അക്കാര്യം. അതുകൊണ്ട് ഇതിനെ ലൈറ്റായിട്ടെടുക്കുന്ന ആളുകൾ പലപ്പോഴും ഈ ഏറ്റവും കൂടുതൽ ആളുകൾ ലൈറ്റായിട്ടെടുക്കുന്നത് കോപത്തെയാണ്. അത് കണ്ട് വലിയ അഭിമാനം പോലെ ആളുകൾ പറയുന്നത്, ബ്രദറെ ഞാനിപ്പോൾ വേറെ പിന്നെ എനിക്കൊരു മുൻകോപമുണ്ട്, അത്രയുള്ള കുഴപ്പമേ ഉള്ളൂ. അത് പിന്നെ ഞാൻ മാത്രമല്ല, എൻ്റെ അപ്പച്ചനും
മുൻകോപിയായിരുന്നു. ഇതൊരു കുഴപ്പമില്ലാത്ത കാര്യമായിട്ടാണ് വിശ്വാസികൾ പോലും പറയുന്നത്. ഞാൻ പലരോടും സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു മഹാപാതകമാണെന്നും അപകടകരമാണെന്നും നമ്മൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? ഇറ്റ്സ് എ ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? കോപം എന്ന് പറയുന്നത് പാപത്തിലേക്കുള്ള വാതിലാണ്. സ്നേഹത്തിനിത്രയും ആഴമോ, വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ, കണ്ണീരുമായ്ക്കും സ്നേഹമേ നിൻ കാരുണ്യമിത്രയും ദീപ്തമോ. സ്നേഹത്തിനിത്രയും ആഴമോ, വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ, കണ്ണീരുമായ്ക്കും സ്നേഹമേ നിൻ കാരുണ്യമിത്രയും ദീപ്തമോ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമേ, നിത്യനാം ദിവ്യകാരുണ്യമേ, എന്നുള്ളിലേറിയും സ്നേഹമേ, ആരാധന സ്തുതി സ്തോത്രം. നിത്യസ്തുതിക്കേറ്റം യോഗ്യനേ, നിത്യനാം ദിവ്യകാരുണ്യമേ, എന്നുള്ളിലേറിയും സ്നേഹമേ, ആരാധന സ്തുതി സ്തോത്രം. പൊടിയായ മർത്യന്റെ കൂടെ വാഴാൻ ധാന്യപ്പൊടിയായി നീ മറഞ്ഞു. പൊടിയായ മർത്യന്റെ കൂടെ വാഴാൻ ധാന്യപ്പൊടിയായി നീ മറഞ്ഞു. വിശ്വാസദീപ്തിയാൽ ദർശിച്ചിടാം വിശ്വപ്രദീപമേ നിന്റെ രൂപം. വിശ്വാസദീപ്തിയാൽ ദർശിച്ചിടാം വിശ്വപ്രദീപമേ നിന്റെ രൂപം. സ്നേഹത്തിനിത്രയും ആഴമോ, വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ, കണ്ണീരുമായ്ക്കും സ്നേഹമേ നിൻ കാരുണ്യമിത്രയും ദീപ്തമോ. പുതുജീവനായെന്നിൽ ശാന്തി നൽകാൻ ചുടുനീണ ജലധാര നീ ചൊരിഞ്ഞു. പുതുജീവനായെന്നിൽ ശാന്തി നൽകാൻ ചുടുനീണ ജലധാര നീ ചൊരിഞ്ഞു. എവിടെയും നിൻ സ്നേഹം നൽകിടുവാൻ കൃപയേകിടേണമേ തമ്പുരാനേ. എവിടെയും നിൻ സ്നേഹം നൽകിടുവാൻ കൃപയേകിടേണമേ തമ്പുരാനേ. സ്നേഹത്തിനിത്രയും ആഴമോ, വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ,
കണ്ണീരുമായ്ക്കും സ്നേഹമേ നിൻ കാരുണ്യമിത്രയും